നമസ്കാരം. നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ട്രെയിൻ യാത്രക്കാരിയുടെ മാല മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി വല്ലപ്പുഴ സ്വദേശി ഷാഹുൽ ഹമീദിനെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം കുലുക്കല്ലൂരിൽ ട്രെയിൻ നിർത്തിയപ്പോഴായിരുന്നു ഇയാൾ യാത്രക്കാരിയുടെ മാല മോഷ്ടിച്ച് കടന്നത്. ഷൊർണൂർ നിലമ്പൂർ പാതയിലെ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്രക്കാരിയുടെ മാല കവർന്നത്. വല്ലപ്പുഴ കുറുവട്ടൂർ താഴത്തേതിൽ വീട്ടിൽ MK ഷാഹുൽ ഹമീദിനെയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടിയത്. കുലുക്കല്ലൂരിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ട്രെയിൻ യാത്രക്കാരിയായ നിലമ്പൂർ സ്വദേശിനി സാനിയുടെ 1 പവനോളം വരുന്ന മാലയാണ് ഇയാൾ കവർന്നത്. തുടർന്ന് ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി സ്വർണ്ണമാല ചെറുപ്പശ്ശേരിയിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വയ്ക്കാൻ എത്തിയ വിവരം അറിഞ്ഞത്. ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഇയാളുടെ പക്കൽ നിന്നും മോഷ്ടിച്ച 5 ഗ്രാം സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു. പ്രതിക്കെതിരെ ചേലക്കര, ചെറുതുരുത്തി, ഷൊർണൂർ, കോഴിക്കോട് തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിലായി 7 കേസുകളും നിലനിൽക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, ബാബു, നിഷാൻ, മജീദ് മറ്റു ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ പ്രതിയെ MDMA-യുമായി പട്ടാമ്പി പോലീസ് പിടികൂടി. പുലാമന്തോൾ ചെമ്മല സ്വദേശി ഉമറുൽ ഫാക്രൂനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ പട്ടാമ്പി ശങ്കരമംഗലത്ത് വെച്ച് യുവാവിനെ സ്വിഫ്റ്റ് കാറിൽ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് 1.97 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA-യുമായി പട്ടാമ്പി പോലീസ് പിടികൂടിയത്. പുലാമന്തോൾ ചെമ്മല സ്വദേശി ഉമർ ഫാറൂഖാണ് അറസ്റ്റിലായത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നേരത്തെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിയായ ഉമർ ഫാറൂഖ് ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാളെ പട്ടാമ്പി ബൈപ്പാസ് റോഡിൽ നിന്നുമാണ് കാർ തടഞ്ഞ് പിടികൂടിയത്. ഈ സമയമാണ് പ്രതിയുടെ കൈവശം മാരക മയക്കുമരുന്നായ MDMA കണ്ടെടുത്തത്. തമിഴ്നാട്ടിലും വിവിധ ജില്ലകളിലുമായി നിരവധി കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാൾ. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK പത്മരാജന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ K മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ 2ാം ഘട്ട ജനകീയ ക്യാമ്പയിൻ തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ 2ാം ഘട്ട ജനകീയ ക്യാമ്പയിനായ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പരിപാടിക്കാണ് പട്ടാമ്പി നഗരസഭയിൽ തുടക്കമായത്. ഉച്ചിരിത്തോട് വെളിലപ്പെട്ടിത്തോട് ശുചീകരിച്ചുകൊണ്ടായിരുന്നു പ്രവൃത്തികൾ ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ KT റുക്കിയ, N രാജൻ, KR നാരായണസ്വാമി, PV സുബ്രഹ്മണ്യൻ, സ്വാമിനാഥൻ, TP പ്രവീൺ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ശുചീകരണ യജ്ഞത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ വിഭാഗം തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പൈങ്കുളം ശ്രീ പുഷ്കരത്തെ മാലിന്യ കൂമ്പാരം നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതർ. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ പുഷ്കരം 13ാം വാർഡിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം റോഡരികിലും മറ്റും നിക്ഷേപിച്ചിട്ട് മാസങ്ങളായി. 50 രൂപ നിരക്കിൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം തെരുവിൽ നിറഞ്ഞുകിടക്കുന്നത്. തെരുവുനായ്ക്കളും മറ്റു വന്യമൃഗങ്ങളും കടിച്ച് റോഡിലും മറ്റും പരന്നു കിടക്കുന്നതിനാൽ ഇതുവഴി പോകുന്ന യാത്രികർക്കും സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികളും ഉൾപ്പെടെ ഏറെ ദുരിതത്തിലാണ്. മാലിന്യം കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ പരിസരത്താണ് പ്രദേശവാസികൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറും സ്ഥിതി ചെയ്യുന്നത്. പലതവണ നാട്ടുകാർ പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. തെരുവിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിഴ ഈടാക്കുന്ന പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഈ കാഴ്ച. ദുർഗന്ധവും മറ്റും വമിക്കുന്നതിനാൽ മാറാവ്യാധി പിടിപെടാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രദേശത്ത് കൊതുവിന്റെ ശല്യവും വൈറൽ പനിയും വ്യാപകമാണ്. ആരോഗ്യവകുപ്പ് ആകട്ടെ ഇതൊന്നും കണ്ടില്ലെന്ന ഭാവത്തിലുമാണ്. ഇനിയും മാലിന്യം മാറ്റാത്ത പക്ഷം വരും ദിവസങ്ങളിൽ മാലിന്യച്ചാക്കുകളുമായി പഞ്ചായത്തിന്റെ മുന്നിൽ ഉപരോധിക്കാനാണ് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. അവർ കറക്റ്റായിട്ട് എല്ലാ വീട്ടിലും വന്നിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് 50 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആളില്ലാത്ത വീടാണെങ്കിൽ കൂടി അവർ എഴുതി വെക്കുന്നുണ്ട് 50 രൂപ അടുത്ത മാസം പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. സാധനം കൊണ്ടുപോയിട്ടുണ്ടാവില്ല, എന്നാലും ഒരു 50 രൂപ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 50 രൂപ നോട്ടീസ് നമ്മുടെ പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും. എന്നിട്ട് അവർ ആ ജോലി പോലും കറക്റ്റായിട്ട് ഇവിടെ ചെയ്യുന്നില്ല. നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ 4 ദിവസമായിട്ട് ഞാൻ ഇട്ടു പറഞ്ഞ പോലെ അത് 4 ദിവസമായിട്ട് ഇട്ടു. അവിടെ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ സെൻറ്ററിൽ ഇവിടെ കൊടുത്തിട്ട് ഇതിപ്പോൾ 2 ദിവസം ഇതുമ്മലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ റോഡിൻ്റെ സെൻറ്ററിലായി. നമുക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ റോഡിൻ്റെ സെൻറ്ററിലാണ് സാധനം കിടക്കുന്നത്. നമ്മൾ തന്നെ അത് നീക്കിയിട്ട് സൈഡിലേക്ക് ഇട്ട് പോകേണ്ട ഒരു ആവശ്യമാണ്. CCTV ന്യൂസ് തളി. പട്ടാമ്പിയിൽ TP ഉണ്ണികൃഷ്ണൻ സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ചു. മുഹമ്മദ് മോസിൻ MLA രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അതിന് രാഷ്ട്രീയത്തോടും സമൂഹത്തിന്റെ മറ്റു കാര്യങ്ങളിലും ഇടപെടാൻ താല്പര്യമില്ല. ഈ പറയുന്ന ആളുകൾ
ചുറ്റുപാടുമുള്ള അപ്പൊ എല്ലാറ്റിനോടും ഒരു വിരക്തി തോന്നി എന്നത് തെറ്റൊന്നുമല്ല. സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മോശമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ടാവും. എന്നാൽ എന്റെ ചുമതല എന്താണ്? ഇതിനൊക്കെ കുറ്റം പറഞ്ഞ് ഞാൻ മാറി നിൽക്കുകയാണ്. എനിക്കൊരു ചുമതലയില്ല ഇതിനെ തിരുത്താനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ എന്ന് ചിന്തിക്കുന്ന സമൂഹമല്ല. അങ്ങനെ ഒരു സമൂഹം ഉണ്ടായില്ല. നമ്മൾ കാണുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നമ്മൾ കാണുന്ന ജീവിത ചുറ്റുപാടുകൾ അത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ വിമർശിക്കുക മാത്രമല്ല, നമ്മുടെ ഒരു ആക്ഷൻ കൂടി വരും. ആ ആക്ഷൻ അല്ലെങ്കിൽ അതൊരു റിയാക്ഷനായി മാറുന്ന പുതിയ തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ടും സോഷ്യൽ മൂവ്മെന്റ് ആയിട്ടൊക്കെ മാറുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അരാഷ്ട്രീയത മറ്റൊരു തരത്തിൽ ഇതൊന്നും ഇടപെടലുകളെ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് മാറി. പാലക്കാട് ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും കരാർ തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് KCB വർക്കേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന TP ഉണ്ണികൃഷ്ണന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി TP ഉണ്ണികൃഷ്ണൻ സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ചത്. പട്ടാമ്പി രാജസ്മാരകത്തിൽ വെച്ചായിരുന്നു രൂപീകരണ യോഗം. KCB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം AT മണികണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KCB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ ട്രസ്റ്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മനോജ് ആദ്യം മെമ്പർഷിപ്പ് തുക ഡിവിഷൻ പ്രസിഡന്റ് ദാസ് M-ന് കൈമാറി. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം AV ദേവദാസ്, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KC മോഹനൻ, CS നാരായണൻ, VM ഷിഹാബുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഹൌസ് ഫുട്ബോൾ രംഗത്തെ മുൻ ഇന്ത്യൻ താരങ്ങൾ സന്ദർശിച്ചു. മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ വിക്ടർ മഞ്ഞില, കേരള ഗോൾ കീപ്പർ ഇട്ടി മാത്യു, ഇന്ത്യൻ താരവും കേരള കോച്ചുമായ ജേക്കബ് എന്നിവരാണ് ക്ലബ് ഹൌസ് സന്ദർശിച്ചത്. ക്ലബ് ഹൌസ് സന്ദർശിക്കാൻ കഴിഞ്ഞതും ആരംഭകാലം മുതൽ ലഭിച്ച ട്രോഫികൾ സൂക്ഷിക്കാൻ കഴിയുന്നതും അഭിമാനകരമായ നേട്ടമാണെന്ന് താരങ്ങൾ പറഞ്ഞു. പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, രക്ഷാധികാരികൾ, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. പന്നിശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. ആറങ്ങോട്ടുകര മണ്ണങ്കോട്ട് പാടശേഖരത്തിലാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ കർഷകർ ദുരിതത്തിലായത്. വിളവെടുക്കാനായ നെല്ല് മുതൽ പുതുതായി നട്ട ഞാറുവരെ പന്നികൾ നശിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ മയിലുകളും മറ്റു ചെറുകിളികളും കർഷകർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ആറങ്ങോട്ടുകര കൃഷിപാഠശാലയുടെ നേതൃത്വത്തിൽ ഇറക്കിയ 2 ഏക്കറോളം കൃഷിയാണ് കഴിഞ്ഞ ദിവസം പന്നികൾ നശിപ്പിച്ചത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപ നഷ്ടം കണക്കാക്കുന്നതായി കൃഷിപാഠശാല പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര പറഞ്ഞു. ഇതുകൂടാതെ മറ്റു കർഷകർക്കും നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. കൃഷി ഇറക്കുന്ന സമയം തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് പന്നിശല്യത്തിന് ഒരു പരിഹാരം കാണണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഓരോ വർഷവും കർഷകരുടെ എണ്ണവും കൃഷിയുടെ ഉൽപാദനവും കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് കർഷകരോട് ഇത്തരത്തിലുള്ള അവഗണന കാണിക്കുന്നത് എന്നും ഇവർ പറയുന്നു. നെല്ല് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഒരു 4-5 ഏക്കർ പൂർണ്ണമായിട്ടും പന്നിയും മയിലും അതുപോലെ കിളികളും കൊണ്ടുപോയിക്കുന്നു. ഇപ്പൊ ബാക്കി കുറച്ച് നന്നായി നിന്നിരുന്ന നെല്ലും ഇതുപോലെ മുഴുവനായിട്ടും ഏതാണ്ട് ഒരു മണി നെല്ല് പോലും വൈക്കോലും കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ കൃഷി അല്ലെങ്കിലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത്തരം ഒരു ചില കാര്യങ്ങളും കൂടിയും അത് സർക്കാരും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇപ്പോൾ കൃഷി പാഠശാല എന്നുള്ള പേരിൽ 2000 മുതൽ പൂർണ്ണമായിട്ടും ജൈവകൃഷി ചെയ്യുന്ന ഇത്രയും ഏക്കർ സ്ഥലം ചെയ്യുന്നതാണ്. അതിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആളുകളുടെ ഈ ജൈവകൃഷിയുടെ പ്രാധാന്യം അതുപോലെ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ആൾക്കാരായിട്ട് ഒന്നിച്ചു നിന്ന് കുറെ കൃഷി നശിപ്പിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പ് മുഖാന്തരം ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അല്ലാത്തപക്ഷം വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാനാകാത്ത സാഹചര്യത്തിലാണ് കർഷകർ. CCTV ന്യൂസ്, തളി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് സമ്മേളനം നടന്നു. ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ രാവിലെ 100 കണക്കിന് പ്രവർത്തകരുടെ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PG ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് M സുശീല അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി M ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ TP പ്രമീള വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. വള്ളത്തോൾ നഗർ സെക്രട്ടറി MT രമ്യ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പ്രമീള, ഉഷ, SSLC പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. ഭാരവാഹികളായ K ശശി, CR ബിന്ദു, KV രചന, MC ദിവ്യ, രചന ഹരിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഗുണമേന്മ നിങ്ങൾ അറിയണം. നമ്മളൊരു തുടങ്ങി
അത് നമുക്ക് അത് ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ നമുക്കത് ഉപകാരപ്രദമല്ല എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ അഭിപ്രായങ്ങൾ നമ്മൾ മേൽഘടകങ്ങളിലേക്ക് അറിയിക്കണം. എന്നാൽ മാത്രമാണ് അതിൽ പലവിധ മാറ്റങ്ങൾ വരുത്തി നമുക്കത് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇറക്കിയ എല്ലാ സ്ഥലത്തും നല്ല അഭിപ്രായമാണ് പറയുന്നത്. TLTയെ പറ്റിയിട്ട് നമ്മുടെ 1 ലക്ഷത്തിൻ്റെ കൗണ്ടർ തുടങ്ങിയ ആൾക്കാർ 2 ലക്ഷം 3 ലക്ഷമൊക്കെ കൗണ്ടർ തുടങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ട്. പുതിയ പ്രസിഡന്റായി സി രതി, വൈസ് പ്രസിഡന്റ് PK രവി, സെക്രട്ടറി M ദാമോദരൻ, ജോയിന്റ് സെക്രട്ടറി KU അനില, ട്രഷറർ TP പ്രമീള എന്നിവരെ തെരഞ്ഞെടുത്തു. തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കണമെന്നും റിട്ടയർമെന്റ് കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്നും AKTA മെമ്പർമാരുടെ വിധവകളുടെ പെൻഷൻ അപേക്ഷ ചെല്ലുമ്പോൾ സർക്കാരിന്റെ വിധവാ പെൻഷൻ കട്ട് ചെയ്യുന്ന രീതി പിൻവലിക്കണമെന്നും വർദ്ധിച്ചുവരുന്ന കറണ്ട് ബില്ല് കുറയ്ക്കണമെന്നും ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒരു പൊതു ശ്മശാനം വേണമെന്നും യൂണിറ്റ് സമ്മേളനത്തിൽ ഗവൺമെന്റിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് തളി. RSS മുൻ തൃശൂർ ജില്ലാ കാര്യവാഹകായിരുന്ന ചെറുതുരുത്തി മേൽവീട്ടിൽ ശങ്കരൻ മകൻ രാഘവൻ മാസ്റ്റർ അന്തരിച്ചു. ചെറുതുരുത്തിയിൽ RSS പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ രാഘവൻ BJP സംസ്ഥാന കമ്മിറ്റി അംഗം, ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ്, പേരാമംഗലം ശ്രീ ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചേലക്കര കുറുമല LP സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച് തുടർന്ന് 30 വർഷം ചെറുതുരുത്തി പള്ളിക്കൽ UP സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഹെഡ്മാസ്റ്ററായി ജോലിയിൽ നിന്നും വിരമിച്ചു. തങ്കമണിയാണ് ഭാര്യ. ഉദയൻ, ലളിത എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ചെറുതുരുത്തിയിലെ സ്വവസതിയിൽ നടക്കും. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സൗജന്യ നെറ്റ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വം നൽകുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ശ്രദ്ധയുടെയും പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ വോൾട്ട സ്റ്റുഡന്റ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് UGC നെറ്റ് കോച്ചിംഗ് പരിശീലന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA UGC നെറ്റ് കോച്ചിംഗ് പദ്ധതിയുടെയും ഓറിയന്റേഷൻ ക്ലാസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് നെറ്റ് പ്രിപ്പറേഷൻ, അതിനുവേണ്ട ഓറിയന്റേഷൻ കൊടുത്ത് ആളുകളെ അതിലേക്ക് പലരും പരീക്ഷ എഴുതാതിരിക്കാറുണ്ട്, അതിലേക്ക് ഒരു താല്പര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തണം എന്ന് ആവശ്യപ്പെട്ടു. ആ യൂസഫിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് യൂണിയൻ ഭാരവാഹികളുമായി ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഓറിയന്റേഷൻ പരിപാടി നടത്തുന്നതിന് പട്ടാമ്പി ശ്രദ്ധ എന്ന് പറയുന്ന സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതി അതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് സഹായിക്കാം എന്ന് പറയുകയും അത് ഏറ്റെടുത്തുകൊണ്ട് കോളേജ് യൂണിയൻ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താതെ ഒരു സ്റ്റഡി സർക്കിളാക്കി ഇത് മാറ്റി നിരന്തരമായി നമുക്ക് ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യം കൂടി ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ബില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. അങ്ങനെയാവുമ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ നമുക്കറിയാം JNU, ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ മറ്റു പല സ്ഥലങ്ങളിലും ഈ സ്റ്റഡി സർക്കിൾ വഴിയാണ് മെറ്റീരിയൽസ് പരസ്പരം കൊടുത്തും സഹായിച്ചും. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് അധ്യക്ഷനായിരുന്നു. KP ആഷിഫ് ഓറിയന്റേഷൻ ക്ലാസിന് നേതൃത്വം നൽകി. റോയ്, ജീവ, തൻവീർ, വിഷ്ണു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല മാട്ടായ സ്വദേശി കുരിയാട്ട സൈദലവി മകൻ സഫീർ അൽ ഐനിൽ നിര്യാതനായി. 33 വയസ്സായിരുന്നു. രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ഒരാഴ്ചയായി അൽ ഐൻ ജിമി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അബോധാവസ്ഥയിലായതിനെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്ന സഫീർ വെള്ളിയാഴ്ച വൈകിട്ടാണ് മരിച്ചത്. മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് മാട്ടായ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കും. മിസ്റ്റർ ലൈറ്റ് സക്കീർ, ഗഫൂർ എന്നിവരുടെ സഹോദരിയുടെ മകനാണ് സഫീർ. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.